സാമ്പത്തികമായി ശരിക്കും ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാൻ കടം വാങ്ങി നോമ്പ് തുറ സദ്യ വലുതാക്കും, ലോൺ എടുത്ത് വീട് വെക്ക്. ഒരു കാര്യവും കടം വാങ്ങി ചെയ്യും. കടം വാങ്ങാൻ പറ്റാവുന്ന രണ്ടേ രണ്ട് കാര്യത്തിന് കടം വാങ്ങും. നമുക്ക് കടം വാങ്ങുന്നതിന് വല്ല മടിയും. കടം വാങ്ങൽ ഹറാമാണ്. രണ്ടേ രണ്ടാൾക്ക് ഒന്ന് ഒരു മുക്തം. ശ്വാസോച്ഛ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ കാശില്ല. എവിടെന്നാണോ കിട്ടുന്നത് കടം വാങ്ങി. എല്ലാവരും ഏതെങ്കിലും രൂപത്തിൽ രക്ഷിക്കും, ഇല്ലെങ്കിൽ കടം കിട്ടുന്നത് വാങ്ങിയിട്ട്. മറ്റൊന്ന്, കിട്ടുമെന്ന് ഉറപ്പുള്ള മാർഗം ഉണ്ടാവണം. ഉദാഹരണമായിട്ട് ഞാൻ ജോലി ചെയ്ത് ഒരു മാസമായിട്ട് എനിക്ക് 20,000 രൂപ ശമ്പളം ഉണ്ട്, അല്ലെങ്കിൽ 10,000 രൂപ ശമ്പളം എനിക്കുണ്ട്. ഇന്ന് ഫെബ്രുവരി 20 21. അപ്പൊ അതില് എനിക്ക് അർഹതപ്പെട്ട ശമ്പളം ആ 20,000 രൂപ ഒന്നാം തീയതി കാണാൻ കഴിയില്ല. പക്ഷേ അതിന്റെ 2 ഭാഗം, ഒരു 7 14 രൂപ 21. അപ്പൊ ഞാൻ എന്താ ഒരു 13 രൂപ. ആ 13 രൂപയിൽ അപ്പുറം എനിക്ക് കടം വാങ്ങാൻ, എനിക്ക് വീട്ടാനുള്ള മാർഗം എന്ത് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പോ സ്വർണത്തിന്റെ വില കൂടിയപ്പോ എത്രയാണ് പരാതികൾ. മുമ്പ് വേറെ ഇപ്പൊ പെണ്ണുങ്ങളെ മണ്ടെടുത്ത് പെണ്ണുങ്ങളെ മണ്ട ചോദിക്കുന്നത് ആര് പറഞ്ഞതാണ്? ഭാര്യ പറഞ്ഞതാണ്. ഭാര്യന്റെ ആദ്യമായിട്ട് വിറ്റതാ. അത് വാങ്ങിക്കൊടുക്കാതെ എത്തിയിട്ട് വിറ്റതാണ്. എന്തിനേറെ എത്ര കുടുംബ ബന്ധങ്ങളെ മനുഷ്യൻ എന്തും പറ്റും. എത്രയോ വിഷയങ്ങൾ ഈ വിനീതര ഇടപെടേണ്ടി വന്നു. അഥവാ പെട്ടെന്നല്ലേ സ്വർണത്തിന് എന്ത് കണ്ടിട്ട് ഇങ്ങനെ 1,10,000 50,000 ഒക്കെ ആയത്. അപ്പോൾ സ്വന്തം ഭാര്യമാര് ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ 10 കൊടുത്തില്ലേ? എനിക്കൊരു 10 പൈസ അന്നത്തെ തന്നാ പോരാ, എനിക്ക് ആ അന്നത്തെ 15 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ 13 ലക്ഷം രൂപ തരണം. കടം വാങ്ങണം. ആരോടാണ് കടം? എനിക്ക് 5 രൂപയെ കയ്യിലുള്ളൂ. ആ 5 രൂപക്ക് ഇന്ന് ചീരയെ വാങ്ങാൻ കഴിയും. ആ ചീര താളിച്ചതായിട്ട് എനിക്കൊന്ന് നോമ്പ് തുറക്കാം, അതുകൊണ്ട് മതിയാക്കാം. അല്ല, 10 രൂപയാണുള്ളത്. ആ 10 രൂപക്ക് എനിക്ക് വല്ല പച്ചക്കറിയും കിട്ടുമെങ്കിൽ ജീവിതത്തിൽ മിതത്വം ശീലിച്ചോ ഒരിക്കലും ദരിദ്രനാവുകയില്ല. ദാരിദ്ര്യം